എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിജ്ഞാനത്തിന്റെ നഗരം, അലി അതിന്റെ കവാടം. ഇത് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള വളരെ പ്രശസ്തമായ ഒരു ഇസ്ലാമിക പ്രവാചക വചനമാണ്, അല്ലേ? പക്ഷേ നമ്മൾ സാധാരണ കേൾക്കുന്ന അർത്ഥങ്ങൾക്കും അപ്പുറത്തേക്ക് ഒരുപാട് തലങ്ങളുള്ള ഒരു വ്യാഖ്യാനം ഇതിനുണ്ട്. ചരിത്രവും ഭൂമിശാസ്ത്രവും പ്രവചനങ്ങളുമൊക്കെ ഒന്നിക്കുന്ന ഒരു വിശകലനം. നമുക്കതിന്റെ ആഴങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പോ നമ്മുടെ ഈയൊരു വിശകലനത്തിന്റെയെല്ലാം കേന്ദ്രബിന്ദു പ്രവാചകന്റെ ഈ വാക്കുകളാണ്. ഇസ്ലാമിലെ പ്രധാനപ്പെട്ട രണ്ട് വിഭാഗങ്ങളായ സുന്നികളും ഷിയാകളും ഒരുപോലെ അംഗീകരിക്കുന്ന ഒരു ഹദീസാണിത്. പക്ഷേ അതിന്റെ അർത്ഥത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളിൽ കാര്യമായ വ്യത്യാസങ്ങളുമുണ്ട്. ഇതിലെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരൊറ്റ വാക്യത്തെ രണ്ട് പ്രധാന വിഭാഗങ്ങളും രണ്ട് രീതിയിലാണ് പരമ്പരാഗതമായി മനസ്സിലാക്കി വരുന്നത്. ഷിയ വിഭാഗം ഇതിനെ അലിയുടെ നേതൃത്വത്തിനുള്ളൊരു ദൈവീക അംഗീകാരമായിട്ട് കാണുന്നു. എന്നാൽ സുന്നി പണ്ഡിതന്മാരുടെ കാഴ്ചപ്പാടിൽ ഇത് അലിയുടെ അഗാധമായ അറിവിനോടുള്ള ഒരു ബഹുമാന സൂചകം മാത്രമാണ്. പക്ഷെ നമ്മളിന്ന് നോക്കാൻ പോകുന്ന ഈ വിശകലനം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പരമ്പരാഗത കാഴ്ചപ്പാടുകൾക്കൊക്കെ അപ്പുറം ഈ പറയുന്ന കവാടത്തിന് കുറച്ചുകൂടി ആഴത്തിലുള്ള ഒരു പ്രതീകാത്മകമായ അർത്ഥം ഒളിഞ്ഞിരിപ്പുണ്ടെന്നാണ്. അതെന്തായിരിക്കും? ഈ പുതിയ വ്യാഖ്യാനത്തിലേക്കുള്ള ആദ്യത്തെ സൂചന നമുക്ക് കിട്ടുന്നത് പ്രവാചകന്റെ തന്നെ മറ്റൊരു വചനത്തിൽ നിന്നാണ്. ആ വാക്കുകൾ ഈ കവാടത്തിനൊരു പ്രത്യേക പേര് തന്നെ നൽകുന്നുണ്ട്: ഹിത്തയുടെ കവാടം. ഹിത്ത്, ഈ വാക്കിവിടെ വളരെ നിർണായകമാണ് കേട്ടോ. കാരണം അതിന്റെ നേർക്കുള്ള അർത്ഥം പാപമോചനമെന്നാണ്. അപ്പൊ പിന്നെ ആ കവാടം വെറുമൊരു വിജ്ഞാനത്തിന്റേത് മാത്രമല്ല, ദൈവികമായ പാപമോചനത്തിന്റേതു കൂടിയായി മാറുകയാണ്. അതായത് നമ്മൾ സംസാരിക്കുന്ന ഈ കവാടം അറിവിലേക്കുള്ളത് മാത്രമല്ല, മറിച്ച് നമ്മുടെ പാപങ്ങളിൽ നിന്ന് മോചനം നേടാനുള്ള ഒരു പ്രവേശന കവാടം കൂടിയാണെന്നാണ് ഈ വ്യാഖ്യാനം നമുക്ക് പറഞ്ഞുതരുന്നത്. ശരി, അപ്പോ ഈ ഹിത്തയുടെ കവാടം എന്ന ആശയം ശരിക്കും എവിടെ നിന്നാണ് വരുന്നത്? അതിന്റെ ഉറവിടം തേടി ഈ വ്യാഖ്യാനം നമ്മളെ നേരെ കൊണ്ടുപോകുന്നത് ഖുറാനിലേക്കാണ്. ഇവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാവുന്നത്. ഖുറാനിലെ ഒരു വചനം ഒരു നഗരത്തിലെ കവാടത്തിലൂടെ പ്രവേശിക്കുന്നതിനെ ഹിത്ത എന്ന വാക്കുമായും പാപമോചനവുമായും നേരിട്ട് ബന്ധിപ്പിക്കുകയാണ്. ഇത് നമ്മുടെ പ്രവാചക വചനവുമായിട്ട് അത്ഭുതകരമായൊരു സാമ്യം കാണിക്കുന്നില്ലേ? നോക്കൂ, പ്രവാചക വചനവും ഖുരാനീക വചനവും തമ്മിലുള്ള ഈ സാമ്യം ശരിക്കും പ്രകടമാണ്. നഗരം, കവാടം, അവിടെ ചെയ്യേണ്ട പ്രവൃത്തി, അതിന്റെ ഫലം എല്ലാം ഒത്തുപോകുന്നു. ഈ വ്യാഖ്യാനമനുസരിച്ച് ഇതൊരിക്കലും ഒരു യാദൃശ്ചികതയല്ല. ഈ ബന്ധം ഇവിടെയും തീരുന്നില്ല. ഈ വ്യാഖ്യാനം അടുത്ത പടിയിലേക്ക് കടക്കുകയാണ്. അതായത് ഈ ഹിത്തയുടെ കവാടം എന്നത് വെറുമൊരു ആശയം മാത്രമല്ല, അത് ഭൂമിയിൽ നിലനിന്നിരുന്ന ഒരു യഥാർത്ഥ സ്ഥലമായിരുന്നു എന്നാണ് വാദം. എവിടെയാണെന്നല്ലേ? ജെറുസലേമിലെ പഴയ നഗരത്തിലേക്കുള്ള ഒരു കവാടം. ചരിത്രത്തിലേക്ക് നോക്കിയാൽ ജെറുസലേമിലെ ഈ കവാടം ഒരുപാട് പേരുകളിൽ അറിയപ്പെട്ടിരുന്നു. ഈ പേരുകളിലെല്ലാം പൊതുവായൊരു കാര്യമുണ്ട്: കാരുണ്യം, പാപമോചനം, മിശിഹായുടെ വരവ്. ഇങ്ങനെയുള്ള ആശയങ്ങൾ ഈ പേരുകളിലെല്ലാം ആവർത്തിച്ചു വരുന്നത് കാണാം. ഇതിലെ വളരെ ശക്തമായ ഒരു കാര്യം ഈ കവാടം ഇന്ന് ഭൗതികമായി അടച്ചിട്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇത് ക്രിസ്ത്യാനികൾക്കും മുസ്ലിമുകൾക്കും ഒരുപോലെ ഇതിന്റെ പ്രവചനപരമായ പ്രാധാന്യം കൂട്ടുന്നു. അപ്പോ ഈ വ്യാഖ്യാനത്തിന്റെ കാതലായ ഭാഗമിതാണ്. ഇവിടെ ഒരു പ്രതീകാത്മകമായ പുനർനിർമ്മാണം നടക്കുകയാണ്. നഗരം എന്നത് പ്രവാചകൻ തന്നെയാകുന്നു, ഒരു പുതിയ ജെറുസലേം പോലെ. അതിലെ കവാടമോ ദൈവിക ജ്ഞാനം പുറത്തേക്കൊഴുകുന്ന ചാലുകളായ അദ്ദേഹത്തിന്റെ കുടുംബവും. അങ്ങനെ വന്നാൽ തുടക്കത്തിൽ നമ്മൾ കേട്ട ആ ലളിതമായ പ്രവാചക വചനത്തിന് ഇപ്പോൾ ഒരുപാട് പുതിയ അർത്ഥങ്ങൾ കൈവരികയാണ്. ഞാൻ വിജ്ഞാനത്തിന്റെ നഗരമെന്നത് ഞാൻ ജെറുസലേമാകുന്നു എന്നും, അലി അതിന്റെ കവാടം എന്നത് അലി കാരുണ്യത്തിന്റെ കവാടമാകുന്നു എന്നുമൊക്കെ ഇതിനെ വായിച്ചെടുക്കാം. പക്ഷെ കഥ ഇവിടെയും തീരുന്നില്ല. ഈ വ്യാഖ്യാനം ദൈവശാസ്ത്രത്തിൽ നിന്ന് നേരെ ഭൂമിശാസ്ത്രത്തിലേക്ക് ഒരു ചാട്ടം ചാടുകയാണ്. ചോദ്യമിതാണ്: ഈ കവാടം ഒരു യഥാർത്ഥ സ്ഥലമാണെങ്കിൽ അത് എങ്ങോട്ടാണ് തിരിഞ്ഞു നിൽക്കുന്നത്? എങ്ങോട്ടാണ് വിരൽ ചൂണ്ടുന്നത്? ഇനി ഈ വ്യാഖ്യാനത്തിലെ ഏറ്റവും നിർണായകമായ, ഒരുപക്ഷെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഭാഗം വരാൻ പോകുകയാണ്. ജെറുസലേമിലെ ഈ പറയുന്ന കാരുണ്യത്തിന്റെ കവാടം അത് നേരെ കിഴക്കോട്ടാണ് മുഖം തിരിച്ചു നിൽക്കുന്നത്. ഒറ്റനോട്ടത്തിൽ ഇതൊരു സാധാരണ ഭൂമിശാസ്ത്രപരമായ കാര്യമല്ലേന്ന് തോന്നാം. പക്ഷേ ഈ വാദഗതിയുടെ അവസാനത്തെ കണ്ണി ചേർക്കുന്നത് ഈ ഒരു വസ്തുതയാണ്. ഈ വ്യാഖ്യാനം മുന്നോട്ടുവെക്കുന്ന വാദം ഇതാണ്: ആ കവാടം കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുന്നത് ഒരു യാദൃച്ഛികതയല്ല, മറിച്ച് അതൊരു പ്രത്യേക സ്ഥലത്തേക്കുള്ള ദൈവികമായ അടയാളമാണ്, ഒരു ദിശാസൂചികയാണ്. അപ്പോ
ഈ വ്യാഖ്യാനമനുസരിച്ച് ജെറുസലേമിൽ നിന്ന് കിഴക്കോട്ടൊരു നേർരേഖ വരച്ചാൽ അത് ചെന്നെത്തുന്നത് ആധുനിക ഇറാഖിലെ ബസ്ര എന്ന നഗരത്തിലാണ്. ഇവിടെയാണ് ഈ വ്യാഖ്യാനം അതിന്റെ അന്തിമ നിഗമനത്തിലേക്ക് എത്തുന്നത്. അതായത് 1400 വർഷം പഴക്കമുള്ള ഒരു പ്രവാചകവചനവും ജെറുസലേമിലെ പുരാതനമായ ഒരു കവാടവും അതിന്റെ കിഴക്കോട്ടുള്ള ദിശയും ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് ബസ്രയിൽ നിന്ന് വരാനിരിക്കുന്ന ഒരു രക്ഷകനിലേക്കാണെന്നാണ് ഈ വാദം. അപ്പോ ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? പുരാതന ഗ്രന്ഥങ്ങളെയും ചരിത്രത്തെയും ഭൂമിശാസ്ത്രത്തെയുമൊക്കെ എങ്ങനെയാണ് കൂട്ടിയിണക്കി പുതിയ അർത്ഥതലങ്ങൾ കണ്ടെത്തുന്നത് എന്നതിന്റെ ഒരു ഉദാഹരണമാണിത്. ഒരു വിശ്വാസത്തെ രൂപപ്പെടുത്തുന്നതിൽ ഇത്തരം വ്യാഖ്യാനങ്ങൾക്ക് എത്രത്തോളം ശക്തിയുണ്ടെന്ന് ഇത് നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഈ വിശകലനത്തിൽ എന്റെ കൂടെ ചേർന്നതിന് എല്ലാവർക്കും നന്ദി.